നിങ്ങൾ ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ, എന്റെ ഈ ശബ്ദം, ഈ പള്ളിയിൽ കൂടിയിട്ടുള്ള ആൾക്കാർ എത്ര ആൾക്കാർ അവനവന്റെ മക്കളെ ദീന് പഠിപ്പിക്കുന്നുണ്ട്? മദ്രസക്ക് കൂടുന്നുണ്ടോ അല്ലേ എന്നല്ല, ദീന് പഠിപ്പിക്കുന്നുണ്ട്. ഇതാലോചിക്ക്, യഥാർത്ഥ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന മദ്രസയിലേക്ക് എത്ര ആൾ അയക്കുന്നുണ്ട്? നാട്ടിലിങ്ങനെ നടന്നുകൊണ്ട് മാലിയും മൗലൂദും റാത്തീബും കുത്തുബിയത്തും പച്ചിപ്പാട്ടും കപ്പപ്പാട്ടും കുപ്പിപ്പാട്ടും ഹദ്ദാദും റാത്തീബും അല്ലേ, ഇതിൽക്കൊക്കെ ഇങ്ങനെ വിടുകയാണ്. കുട്ടികളെ വഴി തെറ്റിച്ചാരാ? നമ്മൾ തന്നെ. ആരാ വിട്ടത്? നമ്മൾ തന്നെ. വേറെ ആരാ വിട്ടത്? നമ്മളാ വിട്ടത്. ഈ ബിദ്അത്തിലേക്കും ശിർക്കിലേക്കും കുഫ്രിയത്തിലേക്കും ആദ്യം വിട്ടത് അല്ലേ, ഏറ്റവും തെളിഞ്ഞ മനസ്സുള്ള പ്രായത്തിൽ കൊണ്ടുപോയി നമ്മളാക്കി. എന്നിട്ട് ആ മനസ്സിൽ കുത്തിക്കയറ്റി ഇതല്ല, മക്കളെ വഴിപിഴപ്പിച്ചു. വാപ്പയും ഉമ്മയും, ഉപ്പയും ഉമ്മയാ വഴിപിഴപ്പിക്കുന്നത്, അല്ല മക്കള് വഴി തെറ്റിയല്ല. ഇനിയാണ് തുടങ്ങിയിട്ട് അതിന്റെ അപ്പുറം അല്ലേ, ഖുർആനിന്റെ ഒരു 10 ആയത്ത് 10 സൂറത്ത് അറിയുന്ന എത്ര മക്കളുണ്ട് നമുക്ക്? എത്ര മക്കളുണ്ട്? 18, 19, 20 വയസ്സുള്ള മക്കളില്ലേ? ഒരു 10 സൂറത്ത് കാണാതെ അറിയണവരുണ്ടോ? അതിന്റെ അർത്ഥം അറിയണവരുണ്ടോ? വേണ്ട, വാപ്പാക്കും ഉമ്മാക്കും അറിയും. വാപ്പാക്കും ഉമ്മാക്കും അറിയോ? ഖുർആൻ ക്ലാസ് വെച്ച് അതിന് വരുമോ? ഇതൊക്കെ ആലോചിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മളെ വെറുതെ ഒരു കാനേശുമാരി മുസ്ലിമായിട്ട് ഇങ്ങനെ നടക്കുക, വെള്ളിയാഴ്ച പള്ളിക്ക് വരിക, പോവുക, പോത്തിറച്ചി വാങ്ങുക, തിന്നുക, അതിന്റെ ദീന്. അതിന്റെ അപ്പുറം എന്താ ഉള്ളത്? ഒരു ഖുർആൻ ക്ലാസ് വെച്ച് എത്ര ആളാ വരിക? വരൂല. നമ്മള് ഖുർആന്റെ ആൾക്കാരാണ് അല്ലേ? മുസ്ലിം ആയതിന്റെ പേരിൽ ലോകത്ത് പീഡനങ്ങളും പ്രയാസങ്ങളും അധികരിച്ചു കൊണ്ടിരിക്കാൻ വരുന്ന അതന്നെ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ പരീക്ഷിക്കപ്പെട്ടതുപോലെ പരീക്ഷിക്കപ്പെടാതെ നിങ്ങളങ്ങ് കഴിഞ്ഞു പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഉണ്ടോ? അള്ളാഹ് ചോദിക്കുന്നുണ്ട്, പീഡനങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും.